അങ്ങനെ നമ്മുടെ ഹെലനോസ് പാർട്ടിയെ പോലീസ് പൊക്കി വിവരം ഇതിനോടകം തന്നെ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ഇന്നലെ ഇത് തന്നെയായിരുന്നു ഒട്ടുമിക്ക വാർത്താ ചാനലുകളുടെയും ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. നിങ്ങളോട് പറയാനാണെങ്കിൽ എത്ര ആൾക്കാരാണെന്നാണ് എനിക്ക് ഈ ന്യൂസ് അയച്ചു തന്നത്. ഇത് കാരണം ഇന്നലെ എനിക്ക് ഇൻസ്റ്റാഗ്രാം തുറക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അത്രയും ആളുകൾ ഈ ന്യൂസ് എനിക്ക് അയച്ചു തരുന്നുണ്ട്. സംഭവം മദ്യപിച്ച് വാഹനം ഓടിച്ച് പൊക്കി എന്നുള്ളതാണ് ഹെലനെതിരെ നിലവിലുള്ള കേസ് എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസ് ഒന്ന് നോക്കാം. എന്നിട്ട് കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് പറയേണ്ടതുണ്ട്. കണ്ടോക്കാം. ഈ യൂട്യൂബ് ഇൻഫ്ലുവൻസർമാരെ കൊണ്ട് പോലീസിന് അങ്ങ് തലവേദനയാണല്ലോ. മറ്റൊരു യൂട്യൂബ് ഇൻഫ്ലുവൻസർ ഇപ്പോൾ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് പിടിയിലായിട്ടുണ്ട്. ഒരു വനിതാ ഇൻഫ്ലുവൻസർ എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട്. എന്താണ് അതിന്റെ വിവരം? എന്ത് വാർത്താനാണ് നിങ്ങൾ? യൂട്യൂബ് ഇൻഫ്ലുവൻസർമാരെ കൊണ്ട് പോലീസിന് തലവേദനയാണെന്നൊക്കെ അത് വല്ലാത്തൊരു വാർത്താനായി പോയിട്ടോ. ഇവിടെ യൂട്യൂബ് ഇൻഫ്ലുവൻസർമാരെ മാത്രമേ പോലീസ് പൊക്കുന്നുള്ളൂ. അല്ലാത്ത എത്രയോ ആൾക്കാർ പോലീസ് പൊക്കുന്നുണ്ട്. അവരാരും പോലീസിന് തലവേദനയായി മാറാറില്ല. ഇവിടെ ഇൻഫ്ലുവൻസർമാർ മാത്രമേ പോലീസിന് തലവേദന ആവുന്നുള്ളൂ. നിങ്ങൾ എന്ത് വാർത്താനാണ് ഈ പറയുന്നത്? ഒരുമാതിരി മറ്റോടത്തെ വർത്താനം പറയരുത് കേട്ടോ. അല്ലെങ്കിലും ഈ ന്യൂസ് ചാനലുകാർക്ക് ഉള്ളതാണ് ഇൻഫ്ലുവൻസർമാരോട് ഒരു കണ്ണുകടി അല്ലേ? കേട്ടോ എന്തായാലും അതുതന്നെയാണ് മദ്യപിച്ച് വാഹനം ഓടിച്ച ഇൻഫ്ലുവൻസർ SR ധന്യ, ഹെലനോസ് പാട്ട എന്നാണ് SR ധന്യ അറിയപ്പെടുന്നത്. വലിയ പ്രമുഖയായ ഇൻഫ്ലുവൻസർ ആണ്. അണങ്കൂരിൽ കഴിഞ്ഞ ദിവസം വാഹന പരിശോധനയ്ക്കിടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് ഈ FIR പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നാഷണൽ ഹൈവേ 66 റോഡിന് നടുവിൽ ഈ വാഹനം നിർത്തിയിട്ടുന്നു. ഇത് കണ്ട് പോലീസുകാർ വന്ന് നോക്കുമ്പോൾ വാഹനം അമിത വേഗത്തിൽ ഓടിച്ചു പോകുന്നു. ഈ NH66 നിർത്തിയിട്ട വണ്ടി. ഈ NH66 എന്ന് പറയുമ്പോൾ കേരളത്തിലെ നീളം കൂടിയ ഹൈവേക്ക് വിളിക്കുന്ന പേരല്ലേ NH66. ആ NH-ന് നടുവിൽ ഹെലന്റെ വണ്ടി പാർക്ക് ചെയ്തു എന്നുള്ളതാണ് ഇവിടെ റിപ്പോർട്ടർ പറയുന്നത് അല്ലേ? എന്റെ ചോദ്യം അതല്ല, അതെങ്ങനെയാണ് പോസിബിൾ ആവുക? സാധാരണ വണ്ടി റോഡിന്റെ സൈഡിലല്ലേ നിർത്തിയിടാറ്? വണ്ടിയുടെ നടുവിലാരെങ്കിലും നിർത്തിയിടോ? ചിലപ്പോ വണ്ടി അവിടെ നിന്ന് പോയതായിരിക്കും. അന്നേരം പോലീസുകാർ വന്ന് നോക്കിയ സമയത്ത് വണ്ടി അങ്ങ് പറപ്പിച്ചു വിട്ടിട്ടുണ്ടാവും. എന്തായാലും ബാക്കി കൂടി കേട്ടോക്കാം. പോലീസ് ഇവരെ പിന്തുടർന്ന് ബന്ദിയോടുള്ള ഭഗവതി നഗറിൽ വെച്ച് പോലീസ് പിടികൂടുന്നു. പോലീസ് പിടികൂടി പരിശോധിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ ഇൻഫ്ലുവൻസർ പറ അങ്ങോട്ട് ഇൻഫ്ലുവൻസർ ധന്യ അല്ലെങ്കിൽ ഹെലനോസ് പാട്ട. ഇത് പറയാൻ എന്താണ് ഇങ്ങനെ ഒരു തപ്പിപ്പിടുത്തം? പറയുന്ന റിപ്പോർട്ടർക്ക് ആളത്ര പരിചയമില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് പേര് പറയുന്ന സമയത്ത് ഒരു തപ്പിപ്പിടുത്തം. ആള് വലിയ പുള്ളിയാണ് കേട്ടോ. പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരും അറിഞ്ഞോളന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഈ തപ്പിപ്പിടുത്തം. ബാക്കി പറഞ്ഞാലും ഈ ധന്യ വാഹനം ഓടിച്ചത് മദ്യപിച്ചുകൊണ്ടാണെന്നുള്ള പരിശോധനയിൽ 86 കാണിച്ചു എന്ന് ഈ ഇതിൽ പറയുന്നുണ്ട്. പിന്നീട് നമുക്കറിയാൻ കഴിയുന്നത് ഈ വാഹനം അടക്കം വിട്ടു നൽകിയിട്ടുണ്ട്. ഫൈൻ ഈടാക്കിയതിനു ശേഷം വിട്ടു നൽകിയിരിക്കുകയാണ്. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ പോലീസ് സ്റ്റേഷനൊക്കെ വിളിച്ചിരുന്നു. പക്ഷേ കൂടുതൽ വിശദാംശങ്ങൾ പറയാൻ അവർ തയ്യാറായിട്ടില്ല. അതെന്ത് പണിയാണില്ലേ പോലീസുകാർ കാണിച്ചത്? ഇങ്ങനെ ഒരു കാര്യപ്പെട്ട കേസിന് വേണ്ടി പോലീസുകാരെ വിളിക്കുന്ന സമയത്ത്, അതും ഒരാൾ മദ്യപിച്ച് വാഹനം ഓടിച്ച കേസുമായി ബന്ധപ്പെട്ട് പോലീസുകാരെ വിളിക്കുന്ന സമയത്ത് ഫോൺ എടുക്കാതിരിക്കാന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശമാണ് കേട്ടത്. പ്രത്യേകിച്ച് ഇത്രയും സെൻസേഷണൽ ആയിട്ടുള്ള ഒരു സംഭവം, കേരളം മൊത്തം കത്തിക്കാൻ പോകുന്ന ഒരു സാധനം, അതിന്റെ ആവശ്യത്തിന് വേണ്ടി വിളിക്കുമ്പോൾ ഫോൺ എടുക്കാതിരിക്കുകയാണോ? അല്ലെങ്കിൽ പോലീസുകാർക്ക് ഉള്ളതാണ് ഈ ഒരു ചെറ്റക്കളി. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വിളിക്കുമ്പോൾ ഫോൺ എടുക്കൂല. അതന്നെ. എന്തായാലും വണ്ടി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ ന്യൂസ് റിപ്പോർട്ടർ പറയുന്നത് അല്ലേ? ആ പറയുന്ന ഭാഗം ഒന്ന് നോട്ട് ചെയ്യണേ. വണ്ടി പോലീസ് കസ്റ്റഡിയിൽ എടുത്തു എന്ന് ഈ പറയുന്ന റിപ്പോർട്ടർ പറയുന്ന ഭാഗം. എന്തായാലും ബാക്കി കേട്ടോ. ഡോക്ടറുമായി നമ്മൾ പലതവണ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം ഫോൺ എടുക്കാൻ തയ്യാറായിരുന്നില്ല. അവസാന നിമിഷം ഞാൻ ഈ ലൈവിന് തൊട്ട് മുമ്പ് വിളിച്ചപ്പോഴും അദ്ദേഹം ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് എടുക്കാത്തതെന്ന് അറിയില്ല. മറ്റെന്തെങ്കിലും തിരക്കുകൊണ്ടായിരിക്കും എന്ന് അറിയില്ല. എന്ത് തിരക്ക്? ഒരു തിരക്കുമില്ല. അവര് കരുതി കൂട്ടി എടുക്കാത്ത തന്നെയാണ്. അല്ലെങ്കിലും മാധ്യമങ്ങൾ വിളിക്കുമ്പോൾ പോലീസുകാർക്ക് ഉള്ളതാണ് ഫോൺ എടുക്കാതിരിക്കുന്ന പരിപാടി. സാരില്ല, പോട്ടെ. ബാക്കി പറഞ്ഞായിരിക്കും അറിയില്ല. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നില്ല. പക്ഷേ FIR വിവരങ്ങളെല്ലാം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്തുനിന്ന് വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. പക്ഷെ FIR വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടല്ലേ? അല്ലെ, ഞാനും ചോദിച്ചോട്ടെ, ഈ FIR എന്ന് പറയുന്നത് എന്താണ് സംഭവം? പോലീസുകാരെ പുറത്തിടുന്ന സംഭവമല്ലേ? അപ്പൊ FIR വിവരങ്ങൾ ലഭിക്കാന്ന് പറഞ്ഞാണെങ്കിൽ പോലീസിൽ നിന്ന് വിവരം ലഭിച്ച പോലെയൊക്കെ തന്നെ അല്ലേ? അങ്ങനെ കണക്കൂട്ടിക്കോ? അപ്പൊ പിന്നെ പ്രശ്നം തീർന്നില്ലേ? ബാക്കി കേട്ടൊക്കെ എന്തായാലും അതിൽ പറയുന്നത് ഇത് തന്നെയാണ്. വാഹനം റോഡിന് നടുവിൽ നിർത്തിയിട്ടുള്ളൂ. അത് ഗുരുതരമായ ഒരു സംഭവമാണ്. പ്രത്യേകിച്ച് നാഷണൽ ഹൈവേ 66 അതും പുലർച്ചെ സമയത്ത്. അതെങ്ങനെ പോസിബിൾ ആവുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ പുലർച്ചെ സമയം എന്നൊക്കെ പറയുന്നത് നാഷണൽ ഹൈവേ കൂടെ ലോറികൾ ചീറി പാഞ്ഞു പോകുന്ന സമയമാണ്. ആ സമയത്ത് അതിന്റെ നടുവ് തന്നെ ഹെലന്റെ വണ്ടി നിർത്തിയിടാന്ന് പറഞ്ഞാണെങ്കിൽ അവിടെ വലിയൊരു ബ്ലോക്ക് ഒക്കെ ഉണ്ടാവൂലേ? നീ ഇയാള് പറഞ്ഞാലും എന്തെങ്കിലും തെറ്റിപ്പോയതാണോ? അല്ല, എന്റെ ഡൗട്ടാണ് കേട്ടോ. ഇങ്ങനെ ഇനി പറഞ്ഞാലും എന്തെങ്കിലും തെറ്റിപ്പോയതാണോ? റോഡ് സൈഡിൽ നിന്നുള്ളടുത്ത് റോഡിന് നടുവിലായി പോയതാണോ? ആർക്കറിയാമേ. ബാക്കി കേട്ടോക്കെ എന്തായാലും ഈ 2 മണിയോട് കൂടിയാണ് ഈ വാഹനം പിടികൂടുന്നത്. അതിന് മുമ്പ് ആണ് ഇത്തരത്തിൽ ഈ ഏകദേശം 12 മണിക്ക് മുമ്പായിരിക്കണം ഇത്തരത്തിൽ വാഹനം ഈ നാഷണൽ ഹൈവേ 66 നിർത്തിയിടുന്നത്. മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്ന് പിന്നീട് കണ്ടെത്തുകയായിരുന്നു. ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് വാഹനമടക്കം വിട്ടു നൽകിയിട്ടുണ്ട്, ഫൈൻ ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. രജനി, ശരി. 2 വാർത്തകളുടെ വിശദവിവരങ്ങളാണ് ഇപ്പോൾ ഫൈസൽ നമുക്ക് നൽകി. അതെ, വളരെ നല്ലൊരു റിപ്പോർട്ടായിരുന്നു ഫൈസലിന്റേത്. എന്തായാലും ഫൈസൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഈ വിഷയത്തിൽ ഇനി ഹെലൻ എന്താണ് പറയാനുള്ളതെന്നുള്ളത് കേട്ടോക്കാം. ഇന്നലെ രാത്രി ഒരു 8 മണിക്കായ സമയത്ത് ഹെലൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും അതിൽ ഹെലന് പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടോക്കാം.
ഹലോ, എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഓ, നമ്മളൊക്കെ ഹാപ്പിയും സേഫും സെറ്റ് ഒക്കെ തന്നെ ഹരൻ ചേച്ചി ഹാപ്പി ആയിട്ട് സെറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടോ എന്ന് മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി. എന്നാലും ഇങ്ങനെ ഒരു അവസരത്തിൽ എല്ലാവരും ഹാപ്പി ആയിട്ട് സെറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാൻ കാണിച്ച ഹരന്റെ ആ മനസ്സുകൾ ആരും കാണാണ്ട് പോരുത്. ഭയങ്കര കെയറിംഗ് ആണ് അല്ലെങ്കിൽ ഹരൻ. ബാക്കി പറഞ്ഞാലും സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാ ന്യൂസ് ചാനലിലും കണ്ടിട്ടുണ്ടാവും, ഞാൻ ഒളിവിലാണ്, എന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി. ഞാനിപ്പം ഈ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന പോലീസ് പിടിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞ സമയത്ത് ഒരു ഗ്രില്ലിന്റെ അപ്പുറത്ത് നിന്നുകൊണ്ട് വീഡിയോ എടുക്കാൻ കാണിച്ച ഹെലന്റെ ആ ഡയറക്ടർ ബ്രില്യൻസ് നിങ്ങൾ ആരും കാണാണ്ട് പോരുത്. 10 തലയാ തണി രാവണൻ. ബാക്കി കേട്ടോക്കെ എന്തായാലും എന്റെ ഈ വാഹനം പോലീസ് കസ്റ്റഡിയിലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേര് പറഞ്ഞു എന്റെ വാഹനത്തിൽ നിന്ന് MDMA കിട്ടിയായിരുന്നു, അതുകൊണ്ടാണ് പോലീസ് എടുത്തോണ്ട് പോയെന്നൊക്കെ. അങ്ങനെ പറഞ്ഞ ആരടാ അങ്ങനെ പറഞ്ഞത്? ഹെലന്റെ വണ്ടിയിൽ നിന്ന് MDMA പിടിച്ചെന്ന് ആരടാ പറഞ്ഞത്? അവരങ്ങോട്ട് വിളിച്ചോണ്ട് വാ, അവനുള്ള മറുപടി ഞാൻ കൊടുക്കാം. പിന്നെ മദ്യപിച്ച് വാഹനം ഓടിച്ചെന്ന് പറയുമ്പോഴേക്കും MDMA അടിച്ചെന്ന് ആക്കാണോ? അല്ലെങ്കിൽ ചിലവർക്കുള്ളതാണ്. ഒരാൾ എന്തെങ്കിലും ഒരു കേസിൽ പൊക്കി കഴിഞ്ഞാണെങ്കിൽ ഉടൻ ആ വ്യക്തി അങ്ങ് പിടിച്ച് MDMA ആക്കി കളയും. ഈ ട്രെൻഡ് ഇതോടെ അവസാനിക്കണം. അങ്ങനെ ഇപ്പൊ ഒരു കേസിൽ പൊക്കുന്ന എല്ലാവരും പിടിച്ചെങ്ങനെയാണ് MDMA ആക്കുന്നത്? ഹെലൻ MDMA ഉപയോഗിച്ചിട്ടൊന്നുമില്ല. ആകെ 32 പെഗ് അടിച്ച്. സോറി, ഇനിയിപ്പോ 2 പെഗ് തന്നെ ആണോ അതൊരു ഫുൾ എങ്ങനെ അടിച്ചോ ആർക്കറിയാം. ഹെലൻ തന്നെ പറയും, അത് നമുക്ക് ബാക്കി കേട്ടോക്കാം. അതിന് പറയാം വെരി 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 സോറി. എന്റെ ഭാഗത്ത് നിന്ന് വന്ന വലിയൊരു മിസ്റ്റേക്ക് ആണത്. കാരണം ഒരു പരിപാടിന്റെ ഇടയിൽ ഞാൻ ഒരു ഈ പറയുന്നത് പോലെ ഒരു ബിയർ അടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ബിയർ അല്ലേ? ഒരു ബിയർ അടിച്ചിട്ടുള്ളൂ അല്ലേ? ഇനിയിപ്പോ ഒരു ബിയർ ആണെങ്കിലും റം ആണെങ്കിലും വോഡ്ക ആണെങ്കിലും എല്ലാം മദ്യം തന്നെയല്ലേ? അകത്ത് മദ്യം ചെന്നോ പിന്നെ വണ്ടിന്റെ സ്റ്റിയറിംഗിൽ കൈവെക്കാൻ പാടില്ല. അങ്ങനെ കൈവച്ചത് കൊണ്ടല്ലേ മറ്റേ റിപ്പോർട്ടർ പറഞ്ഞത് പ്രകാരം നാട് റോഡിൽ വണ്ടി നിർത്തിയിടേണ്ടി വന്നതും. അത് കാരണം പോലീസ് പൊക്കിയതൊക്കെ. അങ്ങനൊന്നും ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെ നാറേണ്ടി വരുമായിരുന്നു. എന്നാലും ഹെലനെ പോലൊക്കെ അല്ലേ ഒരുപാട് സാമൂഹിക വിഷയങ്ങളിൽ ഇടപെട്ട് സംസാരിക്കുന്ന ഒരാളാണ് ഹെലൻ. ആ ഹെലന്റെ ഭാഗത്ത് നിന്ന് എങ്ങനെ ഒരു തെറ്റ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അത് വല്ലാത്തൊരു മോശമായി പോയി. എന്നാലും ഈ ഒരു സാഹചര്യത്തിൽ ഹെലന് ഞാനൊരു ഉപദേശം തരാം. മദ്യപിച്ച് വാഹനം ഓടിക്കരുത്. വേണമെങ്കിൽ ഹിന്ദിയിലും കൂടി ഞാൻ പറയാം. മദ്യപാൻ കർണേ കേ ലിയേ വാഹനം ഓടിക്കൽ മനാഹേ. ഹെലൻ എന്റെ ഉപദേശം എടുക്കുമെന്ന് ഞാൻ കരുതുന്നു. ബാക്കി കേട്ടോക്കെ എന്തായാലും അടിച്ച സമയത്ത് വണ്ടി എടുക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് എന്റെ ഭാഗത്ത് നിന്ന് തെറ്റാണ്. ഐ എം വെരി 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 സോറി ടു മൈ ഫോളോവേഴ്സ്, അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരോട്. അത് എന്റെ ഭാഗത്ത് നിന്ന് തെറ്റാണ്. ഓക്കെ തെറ്റ് ആക്സെപ്റ്റ് ചെയ്തു, വളരെ നല്ല കാര്യം. ഇനി ഇത് ആവർത്തിക്കാതിരുന്നാൽ മതി. എന്നാലും ഹെലനെ പോലെ ഇത്രയും സാമൂഹിക വിഷയങ്ങളിൽ ഇടപെട്ട് സംസാരിക്കുന്ന ഒരാളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ എനിക്കൊന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റാത്ത പോലെ. ബാക്കി കേട്ടോക്കെ എന്തായാലും അപ്പം ഈ പറയുന്നത് പോലെ വണ്ടി നിർത്തിയപ്പോൾ ഞാൻ നിർത്താത്തതിന്റെ കാരണം ഞാൻ പറയാം. റോഡിൽ നിർത്തി കഴിഞ്ഞാൽ ഇവരുടെ ഈ ലൈറ്റിന്റെ ഇടയിൽ എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കുകയും ചെയ്യും. എന്നെ അറിയുന്ന ആൾക്കാരാണ്. അതൊരു പ്രശ്നമാവണ്ട, അതൊരു വീഡിയോ വരണ്ട എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ നിർത്താതിരുന്നത്. പിടിച്ചതിനേക്കാൾ വലുത് മാളത്തിൽ നിന്ന് പറഞ്ഞതുപോലെ വീഡിയോനേക്കാളും ഞാൻ ഫേമസ് ആയി. ഓക്കെ, നിനക്ക് എങ്ങോട്ടാണ് ഹെലന് നീ ഫേമസ് ആവാനുള്ളത്? അല്ലെങ്കിൽ തന്നെ നിനക്ക് ഫേമസ് ആവാൻ കുറച്ച് കൂടിയിരിക്കുന്നു. ഇത്രക്കൊന്നും ഫേമസ് ആയ പോരെ നിനക്ക്? അല്ല, അറിയാത്തോട് ചോദിക്കാണ്. എന്തായാലും ഇവിടെ ഹെലന്റെ വേർച്ചർ എന്ന് പറയുന്നത് പോലീസുകാർ കൈ കാണിച്ചപ്പോൾ വണ്ടി നിർത്താതെ പോയി എന്നുള്ളതാണ് അല്ലേ? പക്ഷെ ന്യൂസ് റിപ്പോർട്ട് പറഞ്ഞെന്താണ്? വണ്ടി നടുറോട്ടിൽ നിർത്തിയിട്ടപ്പോൾ പോലീസ് വന്ന് നോക്കിയപ്പോൾ എടുത്തുകൊണ്ട് പോയി എന്നുള്ളതാണ്. ഇതിലിപ്പോ ആര് പറയണം നമ്മൾ വിശ്വസിക്കണം? ഹെലൻ പറയണ വിശ്വസിക്കല്ലേ? കാരണം ഹെലനാണല്ലോ അനുഭവസ്ഥ. ബാക്കി കേട്ടോക്കെ എന്തായാലും. അത് കഴിഞ്ഞ് എന്റെ വീട്ടിന്റെ ഫ്രണ്ടിലാണ് ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നത്. പോലീസുകാർ വളരെ മാന്യമായിട്ട് മദ്യപിച്ചിട്ടാണോ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ ആന്ന് പറഞ്ഞു. അപ്പൊ അവര് ഈ പറയുന്ന പോലെ പെറ്റി അടിക്കണം എന്നുണ്ടെങ്കിൽ ആ ഊതുന്ന സാധനത്തിൽ ഊതണം, അത് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അത് എടുത്തിട്ട് വന്നു, ഊതി. അത് കഴിഞ്ഞ് ഇത് കോടതിയിൽ അടച്ചാൽ മതി എന്ന് പറഞ്ഞു. വളരെ വ്യക്തമായിട്ട് ഇതിന്റെ അപകടവശങ്ങളും ഇപ്പൊ ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ സംഭവിച്ചിരുന്നെങ്കിൽ, ശരിയാണ്, ഞാനും കൂടി അത് ചിന്തിക്കേണ്ടതായിരുന്നു. സംഭവിച്ചിരുന്നെങ്കിൽ പിന്നെ നമ്മൾ ഖേദിച്ചിട്ടോ അല്ലെങ്കിൽ അയ്യോ ഞാൻ അങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്ന് പറയുന്നതിലും അർത്ഥമില്ല. ആ ഒരു തിരിച്ചറിവ് ഇപ്പോഴെങ്കിലും ഹെലൻ ഉണ്ടായല്ലോ, വളരെ നല്ല കാര്യം. ബാക്കി പറഞ്ഞാലും എന്നൊക്കെ പറഞ്ഞു തന്നിട്ട് കാര്യങ്ങളുടെ സീരിയസ്നെസ് ഈ പറയുന്ന പോലെ മദ്യപിച്ചിട്ടതിന് ഒരു കുപ്പി ഒരു പെഗ് എന്നല്ല, അരയാണെങ്കിലും 12 ആണെങ്കിലും സ്റ്റിയറിംഗ് തൊടാനേ പാടില്ല എന്നുള്ളതും അതിന്റെ കുറെ കാരണങ്ങളും പറഞ്ഞു തന്നിട്ട് ഇത് അടച്ചാൽ മതി എന്ന് പറഞ്ഞ് പോലീസുകാർ പോവുകയാണ് ഉണ്ടായത്. ശരി, പോലീസുകാർ അത് പറഞ്ഞോട് പോയില്ലേ? വളരെ നല്ല പോലീസുകാർ കേട്ടോ. അല്ല, സാധാരണ രീതിയിൽ ഇത്തരം ചേസ് ചെയ്തൊക്കെ വന്നു കഴിഞ്ഞാണെങ്കിൽ പോലീസുകാർ അതിന്റെ ചൊറുക്ക് കാണിക്കാതെ പോകാറില്ല. ഇവിടെ ഹെലനെ സംബന്ധിച്ചിടത്തോളം ഹെലന്റെ വണ്ടി ചേസ് ചെയ്ത് വന്ന് ഹെലന്റെ വീട്ടിന് മുന്നിൽ വെച്ച് പോലീസുകാർ പിടിച്ചപ്പോ നൈസായിട്ട് ഹെലൻ ഉപദേശിച്ച് അങ്ങ് വിട്ട്, പെറ്റ് ചെയ്ത് തന്നെ വിട്ട്. നല്ലൊരു പോലീസുകാരൻ കേട്ടോ. പോലീസുകാരായി ഇങ്ങനെ വേണം. ബാക്കി കേട്ടോക്കെ എന്തായാലും എന്റെ വണ്ടി എന്റെ കയ്യിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്, ഞാനും അവിടെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ വണ്ടി ഹെലന്റെ കയ്യിൽ തന്നെ ഉണ്ടെന്ന് അർത്ഥം. പക്ഷെ ന്യൂസ് ചാനലിൽ പറഞ്ഞെന്തായിരുന്നു? വണ്ടി പോലീസ് പിടിച്ചോണ്ട് പോയി എന്നുള്ളതാണ് അല്ലേ? ശരിക്കും അതല്ല സത്യം. ഹെലന്റെ വണ്ടി ഹെലന്റെ കയ്യിൽ തന്നെ ഉണ്ട്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ആ പോയിന്റ് നോട്ട് ചെയ്തോളാം. എത്ര ആൾക്കാരെ നോട്ട് ചെയ്ത്? അതാണ്. ബാക്കി കേട്ടോക്കെ എന്തായാലും ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എന്റെ വണ്ടി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേറെ എന്തെങ്കിലും, കാരണം ഇപ്പം ഈ ഓപ്പറേഷൻ തൂഫാനും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് എന്നെ സംശയിക്കുന്നതിലോ അല്ലെങ്കിൽ എന്റെ വണ്ടിയിൽ സാധനം ഉണ്ടാവുമെന്ന് സംശയിക്കുന്നതിലോ ഒരു തെറ്റുമില്ല. നിങ്ങൾക്ക് വണ്ടി ചെക്ക് ചെയ്യാം. കാരണം ഞാൻ 101% ഉറപ്പുള്ള ഒരു വ്യക്തിയാണ്. ഈ പറയുന്നത് പോലെ ബിയർ അടിച്ചിട്ടുണ്ട്. ബിയർ സ്ഥിരമായിട്ടല്ല, കാരണം ഞാൻ ഇവിടെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ വെക്കാം എന്റേത്.
പിന്നെ അന്ന് ഞാൻ അടിച്ചിരുന്നു, ഒരു ബിയർ അടിച്ചിരുന്നു എന്നുള്ളത് ശരി തന്നെയാണ്, അത് നിഷേധിക്കുന്നുമില്ല. അതിന്റെ കാര്യങ്ങളും കാരണങ്ങളും ഒക്കെ പറഞ്ഞു പോയിട്ട് എനിക്ക് തോന്നുന്നു രണ്ടു ദിവസമായി ആ ഒരു സംഭവം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് അത് ന്യൂസും കാര്യങ്ങളും വരുന്നത്. അത് ശരി, 2 ദിവസമായില്ലേ സംഭവം നടന്നിട്ട്, എന്നിട്ട് ഇപ്പോഴാണ് അതിന്റെ ന്യൂസ് പുറത്തു വരുന്നത്. എന്തേ ഇത്ര വൈകിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതൊക്കെ ഓൺ ദി സ്പോട്ടിൽ പുറത്തു വിടേണ്ട ന്യൂസ് അല്ലേ? 2 ദിവസം കഴിഞ്ഞിട്ടാണ് പുറത്തു വിടുന്നത്. വളരെ മോശമായി പോയി കേട്ടോ. കേരളം മൊത്തം കത്തിക്കാൻ പോകുന്ന ഒരു ന്യൂസ് ഇത്ര ലേറ്റ് ആയിട്ടാണ് പുറത്തു വിടുന്നത്. ഐ തിങ്ക് പോലീസുകാരാണ് ഇതിന് ഏറ്റവും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാർ. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അപ്പം പുറത്തു വിടണ്ടേ? എന്ത് പണിയാണ് പോലീസുകാർ നിങ്ങൾ കാണിച്ചത്? ബാക്കി പറഞ്ഞായിരുന്നു. ആദ്യമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എന്റെ വണ്ടി പിടിച്ചോണ്ട് പോയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരിക്കലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. എന്താണ് വണ്ടി പിടിച്ചോണ്ട് പോയി എന്ന് പറയുമ്പോൾ വണ്ടിയുടെ മുന്നിൽ നിന്ന് ഒരു ഡാൻസ് ഒക്കെ എന്തോ ബാക്കി കേട്ടൊക്കെ എന്തായാലും നോർമലി ഒരു കോമൺ വ്യക്തികൾക്ക് ഡ്രങ്ക് ആൻഡ് ഡ്രൈവിൽ പെറ്റി എങ്ങനെയാണോ വരുന്നത്, ആ പെറ്റിയാണ് എനിക്ക് വന്നിട്ടുള്ളത്. അത് ഞാൻ വളരെ കൃത്യമായി കോടതിയിൽ പോയി അടക്കുകയും ചെയ്യും. ഞാൻ ഒരിക്കലും ഒരു കാരണവശാലും മദ്യം ഇതുവരെ ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. ഞാൻ ഒരാളെയും, എന്റെ ജീവിതത്തിൽ ഒരാളെയും ഞാൻ മദ്യപിക്കാൻ പ്രോത്സാഹിപ്പിച്ചിട്ടുമില്ല. ഞാൻ മദ്യപിക്കാറില്ല എന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഈ പറയുന്നത് പോലെ സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ഒരാളല്ല. അതിപ്പോ സ്ഥിരമായിട്ട് മദ്യപിക്കണമെന്നൊന്നുമില്ല. ഇടയ്ക്കെപ്പോഴെങ്കിലും ഇങ്ങനെ മദ്യപിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു അലമ്പ് കാണിച്ചാൽ മതി. പിന്നെ ആ മദ്യപിച്ച് വാഹനം ഓടിച്ച് അലമ്പുണ്ടാക്കിയ പെണ്ണല്ലേ എന്നുള്ള രീതിയിൽ ആ ചീത്തപ്പേര് എപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും. ഒരിക്കലും കഞ്ചാവ് അടിച്ച് പൊക്കി കഴിഞ്ഞാണെങ്കിൽ ഒരാൾ പിന്നെ എപ്പോഴും കഞ്ചാവാണല്ലോ ജനങ്ങൾക്ക് മുന്നിൽ. അതേപോലെയൊക്കെ തന്നെ ഒരിക്കലും മദ്യപിച്ച് വാഹനം ഓടിച്ച് പൊക്കി കഴിഞ്ഞാണെങ്കിൽ പിന്നെ ജനങ്ങൾക്കിടയിൽ നിങ്ങളൊരു നിത്യ മദ്യപാനിയായിരിക്കും. അതാണ് ജനങ്ങളുടെ ഒരു രീതി എന്ന് പറയുന്നത്. ബാക്കി ഇട്ടൊക്കെ എന്തായാലും ഒരാളല്ല. പിന്നെ കുറച്ചുപേര് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ അടുത്തല്ല, കമന്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മദ്യമല്ല പാട്ട ഉപയോഗിച്ചത് മദ്യമല്ല, ലഹരി, മയക്കുമരുന്ന് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ കാസർഗോഡ് തന്നെ ഇപ്പം കറന്റ്ലി കാസർഗോഡ് തന്നെ നിങ്ങൾക്കൊരു പ്രൊമോഷൻ ആയിക്കോട്ടെ, കാസർഗോഡ് തന്നെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആയിട്ടുള്ള ആസ്റ്റർ മിംസിൽ ഞാൻ പോയിട്ട്, എന്റെ നമ്പർ ഒന്നും എഴുതിട്ടോ, ഞാൻ വെക്കാം ഇവിടെ, ആസ്റ്റർ മിംസിൽ പോയിട്ട് ഈ പറയുന്ന പോലെ ഈ 3550 രൂപ 50 പൈസ കൊടുത്തിട്ട് ഞാൻ എന്റെ ഡ്രഗ് പ്ലസ് ആൽക്കഹോളും കൂടെ ഞാൻ അതിൽ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങൾ കാണുന്ന പോലെ അയ്യപ്പ ബൈജു ഒന്നും അല്ല. അതിപ്പോ നമുക്കറിയാം ഹെലൻ ഒരു അയ്യപ്പ ബൈജു ഒന്നും അല്ല എന്നുള്ളത്. പക്ഷെ ഇങ്ങനെ ഒരു പരിപാടി ഹെലൻ കാണിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല കേട്ടോ. നമ്മളാരും വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ലല്ലോ റിയൽ ആയിട്ട് എല്ലാവരും. പക്ഷെ മദ്യപിച്ച് വാഹനം ഓടിച്ച കേസിൽ പൊക്കിയതിന് ഇടയിൽ കൂടെ പോയിട്ട് ഡ്രഗ് ടെസ്റ്റും കൂടി നടത്തിയ ഹെലന്റെ ആ ഡയറക്ടർ ബ്രില്യൻസ് ആരും കാണാണ്ട് പോയിരുന്നു. എല്ലാവരും ഭയങ്കര ബ്രില്യൻസ് ആണല്ലേ ഹെലന്റെ ഡയറക്ടർ ബ്രില്യൻസിനെ കുറിച്ചൊന്നും പറയാത്തതാണ് നല്ലത്. എന്തായാലും ഇതിന്റെ ഇടയിൽ കൂടെ ഒരു 3550 കൂടി ലാബ് ടെസ്റ്റിന് വേണ്ടി എക്സ്ട്രാ ആയിട്ട് ഹെലന് ചെലവായില്ലേ. ഭയങ്കരമായി പോയത്. പൊട്ട സാരില്ല, ഗർ സോപ്പ് പോലുള്ള കുറെ ഉടായ്പ സോപ്പൊക്കെ പ്രൊമോട്ട് ചെയ്ത് അത്യാവശ്യം ഉണ്ടാക്കിയതല്ലേ. അതിനൊരു 3500 പോയി എന്ന് കരുതിയാൽ മതി. തൽക്കാലം അങ്ങനെ ആശ്വസിച്ചോ. ബാക്കി കേട്ടൊക്കെ എന്തായാലും പിന്നെ അപ്പൊ അത് എനിക്ക് ബാക്കി നിങ്ങൾ എന്റെ നെഗറ്റീവ് പറയുന്നത് നിങ്ങളോടല്ല കേട്ടോ. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്ക് മെസ്സേജ് വന്നതിന് കണക്കില്ല, എനിക്ക് കോൾ വന്നതിന് കണക്കില്ല. അങ്ങനെ ചെയ്യില്ല, ഈ പറയുന്നത് പോലെ നിങ്ങളെ കാറ് പിടിച്ചോണ്ട് പോയി, എന്നെ പിടിച്ചോണ്ട് പോയി, ഞാൻ കസ്റ്റഡിയിലാണ്, ഞാൻ ജയിലിൽ ഗോതമുണ്ട നിന്നോണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ മാപ്രകളോടാണ് എനിക്ക് പറയാനുള്ളത്. ഗോതമുണ്ട് ജയിലിലോ? ആ പറഞ്ഞൊരു തിരുത്തുണ്ട് കേട്ടോ. ഗോതമുണ്ടൊക്കെ പണ്ട്, ഇപ്പൊ ജയിലിൽ എല്ലാ ആഴ്ചയും ആട്ടിറച്ചിയൊക്കെ ആണെന്നാ കേട്ടത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി ജയിലിനെ കുറിച്ച് പറയുമ്പോൾ ഗോതമുണ്ട എന്നുള്ള പരാമർശം ഒഴിവാക്കണം. അതൊക്കെ പണ്ടുള്ള കാര്യമാണ്. അല്ല, ഇടയിൽ കൂടെ ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ. ബാക്കി പറഞ്ഞാലും ഗുഡ് ജോബ്, വെരി 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 ഗുഡ്. നിങ്ങൾ പിന്നെ ഈ പറയുന്നത് പോലെ നോർമൽ, ഞാൻ ഡിവൈഎസ്പിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ നോർമൽ ഞാനൊരു സ്ത്രീയാണ് എന്ന് വിചാരിക്കാം, സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ ഒരു ഹ്യൂമൻ ബീങ് ആണെന്ന് വിചാരിക്കാം, എന്നെ ആർക്കും അറിയില്ല. ഈ പറയുന്നത് പോലെ ഡ്രങ്ക് ആൻഡ് ഡ്രൈവിന് നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഊതി പെറ്റി അടച്ചു, നെക്സ്റ്റ് എന്തായിരിക്കും എന്ന് ചോദിച്ചു. നിങ്ങളത് കോടതി പോയി അടക്കുക, അവിടെ കഴിഞ്ഞു. ഇങ്ങനെ ന്യൂസ് വരുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല. അത് വരില്ലല്ലോ, ഉറപ്പല്ലേ. പ്രത്യേകിച്ച് ഒരു സാധാരണക്കാരാകുമ്പോ മദ്യപിച്ച് വാഹനം ഓടിച്ച് പിടിച്ച കേസിലൊക്കെ ഏതെങ്കിലും ന്യൂസ് ഒന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു ന്യൂസ് വരില്ല. അതുകൊണ്ടാണ് പറയുന്നത് സാധാരണക്കാരൻ എന്ത് ചെയ്താലും ഒരു പുല്ല് വിലാണെന്ന്. പക്ഷേ ഹെലന്റെ കേസൊക്കെ നിങ്ങൾ ജസ്റ്റ് മദ്യപിച്ച് വാഹനം ഓടിച്ച് പോലീസ് പൊക്കിയതേ ഉള്ളൂ. കേരളം മൊത്തം സെൻസേഷനിലായി വാർത്ത. ഇവരൊക്കെ എന്ത് ചെയ്താലും സെൻസേഷനിലാവാണല്ലോ. നമ്മള് പാവപ്പെട്ടവർ സെൻസേഷനിലാവണമെന്നുണ്ടെങ്കിൽ വല്ല പീഡന കേസിലോ കൊലപാതക കുറ്റത്തിനോ അറസ്റ്റ് ചെയ്യണം. അപ്പൊ പിന്നെ കേരളം മൊത്തം ചർച്ച ചെയ്യും. ഞാൻ അതിനെ താഴ്ത്തി കെട്ടല്ലേ കേട്ടോ, ഒരു അതിശോക്തി പറഞ്ഞതാണ്. പക്ഷെ ഇവരെ പോലുള്ള ആൾക്കാരുടെ അവസ്ഥ നോക്കി നിങ്ങൾ ജസ്റ്റ് ഒന്ന് മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ മതിയെന്നേ. അപ്പോഴേക്ക് എന്താണ് കേരളം മൊത്തം അങ്ങോട്ട് ചർച്ച ആവല്ലേ. എന്താണല്ലേ ബാക്കി കേട്ടോക്കെ എന്തായാലും. ബിക്കോസ് നിങ്ങളൊരു പബ്ലിക് ഫിഗർ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ന്യൂസ് വരും. ഈ പറഞ്ഞതുപോലെ അത് വിഷയമുള്ള കാര്യവുമല്ല കേട്ടോ, വിഷയമുള്ള കാര്യമല്ല. ഞാനത് നിഷേധിക്കുന്നുമില്ല. എന്റെ ഭാഗത്തുനിന്ന് വന്ന തെറ്റാണത്. ഈ പറഞ്ഞതുപോലെ ഞാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ്. ഞാൻ റിപ്പീറ്റ് ചെയ്യുകയില്ല. ഒരിക്കലും ഐ പ്രോമിസ് യു ദാറ്റ് ഞാനത് റിപ്പീറ്റ് ചെയ്യുകയില്ല. റിപ്പീറ്റ് ചെയ്തില്ലേ നിനക്ക് കൊള്ളാം. ഇല്ലാന്നുണ്ടെങ്കിൽ കൂടെ ഏറി കയറേണ്ടി വരും. അല്ല, കുറച്ച് ദിവസം മുമ്പ് എന്തോ കല്യാണിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇഷ്യൂവിൽ അവളെ ന്യായീകരിച്ചിട്ട് ഒന്ന് ഏറി കയറിയതുള്ളൂ ഹെലൻ. അതിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴേക്കാണ് വീണ്ടും ഏറി കയറിയിരിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെയാണ്, ഒരിക്കലും ഏറി കയറി കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടെ അങ്ങോട്ട് കയറി പോകും. അതാണ് അതിന്റെ അവസ്ഥ. ബാക്കി കേട്ടോക്കെ എന്തായാലും ചെയ്യുകയില്ല. മാപ്രകളോടാണ് എനിക്ക് പറയാനുള്ളത്, ഒന്നെങ്കിൽ എന്റെ പേര് മര്യാദക്ക് പഠിക്കാൻ. നിങ്ങൾ ഇങ്ങനെ നോക്കിയിട്ടൊക്കെ ഫോണിലൊക്കെ ഹെലൻ ഓഫ് സ്പാർട്ട, ഇറ്റ്സ് ആൻ ഈസി വേർഡ്.
ഈസി ആയിട്ട് നിങ്ങൾക്ക് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുന്ന ഒരു പേരാണ് എന്റേത്. രണ്ടാമത്തെ കാര്യം, ഒന്നെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ കോൺടാക്ട് നമ്പറോ എന്റെ ഫാമിലിയുള്ള ആരെങ്കിലും കോൺടാക്ട് നമ്പർ കിട്ടും. നിങ്ങൾക്ക് ചോദിക്കാം, എന്റെ കാർ എടുത്തോണ്ട് പോയിട്ടുണ്ടോ, എന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ, എന്നെ പോലീസ് വിലങ്ങ് വെച്ച് അറസ്റ്റ്. ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഈ പറയുന്ന പോലെ ഞാൻ ഒരാളുടെ 5 പൈസ ഞാൻ എടുത്തിട്ടുമില്ല. ഒരാളെ കൊന്നിട്ടോ ഈ പറയുന്ന ഒന്നും ചെയ്യാത്ത എന്റെ ന്യൂസ്. അതെന്ത് വർത്താനാണ് ഹെലൻ? താങ്കൾ ഇവിടെ ചെയ്തത് ഒരു നിയമലംഘനമാണ്, അതൊരു തെറ്റായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഹെലൻ പറഞ്ഞമാര് ആരെയും കൊല്ലുകയോ പിടിച്ചു പറിക്കുകയൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഹെലൻ ഒരു തെറ്റ് ചെയ്തു. ഒരിക്കലും അതിനെ ലഘൂകരിക്കരുത്. തെറ്റ് വലുതാണെങ്കിലും ചെറുതാണെങ്കിലും തെറ്റ് തന്നെയാണ്, അത്രയേ ഉള്ളൂ. അതിനെ ആവർത്തിക്കാതെ നോക്കാം, അല്ലാണ്ട് അതിനെ ലഘൂകരിക്കാൻ നോക്കരുത്. ബാക്കി കേട്ടോ ന്യൂസ് അത് നല്ലതാണ് കേട്ടോ, നല്ലതാണ്. പിന്നെ എനിക്ക് ഈ മാപ്രകളോട് അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ഒരു കാര്യം, നിങ്ങൾ വെച്ച ഫോട്ടോസ് ഒക്കെ അടിപൊളിയാണ്. ഈ അല്ലാത്ത ആൾക്കാർ എപ്പോഴും എന്റെ പണ്ടത്തെ ഞാൻ ബോബ് ചെയ്തിട്ടുള്ള ഫോട്ടോസ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഫോട്ടോസ് വീഡിയോ ഒന്ന് സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്തിട്ടാണ് വെക്കാറുള്ളത്. പക്ഷേ ഇന്ന് വന്ന എല്ലാ ന്യൂസുകളിലും എന്റെ ഫോട്ടോസ് ആർ വെരി ക്യൂട്ട്. ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് പോസ്റ്റ് ചെയ്ത ഫോട്ടോസുകളൊക്കെ നിങ്ങൾ വെച്ചിട്ടുണ്ട്. നല്ല കാര്യമാണ്. എന്തെന്നെ ആവട്ടെ, ഞാനിപ്പം സ്റ്റേഷനിലും വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഈ പറഞ്ഞ പോലെ നോർമലുള്ള ആൾക്കാർ അങ്ങനെ ചെയ്യോ? ഇല്ല. പക്ഷേ ഇതിന്റെ കൂടെ തന്നെ എന്റെ വീഡിയോ നിങ്ങൾ കാണുമെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ആരാണ് ഇതിന്റെ പിന്നിലെന്നും എന്താണെന്നും എനിക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. അതെന്താണ് അങ്ങനെ ഒരു മൊനവെച്ച സംസാരം ഹെലനെ? ആരാണ് ഇതിന്റെ പിന്നിൽ? നിനക്കറിയാമെങ്കിലും നീ തുറന്ന് പറ. അതിന് മാത്രം ഹെലൻ ആരെങ്കിലും ശത്രുക്കൾ ഉണ്ടെങ്കിൽ നമുക്കത് അറിയണമല്ലോ. എനിക്ക് തോന്നുന്നത് ഈ പോലീസുകാർ ഉദ്ദേശിച്ചായിരിക്കും ഹെലൻ ഇങ്ങനെ പറഞ്ഞെന്നുള്ളതാണ്. കാരണം ഇത്തരം ഇൻഫർമേഷൻ ഒക്കെ പോലീസ് സ്റ്റേഷൻ അല്ലാണ്ട് വേറെ എവിടെ നിന്നും പുറത്തു പോകില്ലല്ലോ. അപ്പൊ പിന്നെ പോലീസുകാർ തന്നെ ആയിരിക്കും ഇത് ചോർത്തി കൊടുത്തത് എന്ന രീതിയിലായിരിക്കും ഹെലൻ ഉദ്ദേശിച്ചത്. ആർക്കറിയാമല്ലോ. ബാക്കി കേട്ടോ എന്തായാലും. ഓക്കെ, പിന്നെ എന്റെ ഫാമിലി, എന്റെ ഫ്രണ്ട് സർക്കിൾ, എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരുപാട് പേരുടെ കമന്റ് ഞാൻ പല വീഡിയോസിന്റെ ഈ പറയുന്ന ന്യൂസിന്റെ താഴത്തും കണ്ടു. ഐ ലവ് യു ഗൈസ്, ഐ ലവ് യു ഓൾ. എന്നെ പേഴ്സണലി വിളിച്ചിട്ട് കൊലക്കുറ്റം ചെയ്തതുപോലെ നിന്റെ ഫോട്ടോ വരുന്ന കണ്ടു, പെറ്റി കേസൊക്കെ ഇപ്പം ന്യൂസ് ചാനലുകാർ എടുത്ത് ആഘോഷിക്കാൻ തുടങ്ങിയല്ലേ, വെരി ഗുഡ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. മാപ്രകളോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്തായാലും ഹെലനോസ് പാർട്ടിയുടെ തല വെച്ചിട്ട് വീഡിയോ ചെയ്ത് നിങ്ങളോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. 5 വർഷമായിട്ട് ഞാൻ പലപ്പോഴായിട്ട് എന്റെ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. FIR ഇട്ടതാണത്. നിങ്ങൾ FIRന്റെ കോപ്പിയും കൊണ്ടാണല്ലോ നടക്കുന്നത്. ഈ പറയുന്നത് പോലെ ഡ്രങ്ക് ആൻഡ് ഡ്രൈവിന് ഇട്ടിട്ടുണ്ട്. ഹെലനോസ് പാട്ട വ്ളോഗർ ആയിട്ടുള്ള ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞ കളയല്ലേ. ഐ എം നോട്ട് എൻ ഇൻഫ്ലുവൻസർ. ഓക്കെ, ഐ ഡോണ്ട് ഇൻഫ്ലുവൻസ് പീപ്പിൾ. അല്ല, അങ്ങനെ പറയരുത്. താങ്കൾ സമൂഹത്തിൽ ഒരു ഇൻഫ്ലുവൻസ് നൽകുന്നുണ്ട് ഹെലനെ. അങ്ങനെ ഞാനൊരു ഇൻഫ്ലുവൻസർ അല്ല എന്ന് പറഞ്ഞ് താങ്കൾ കയ്യൊയ്യല്ലേ. താങ്കൾ ഒരുപാട് സാമൂഹിക വിഷയങ്ങൾ ഇടപെട്ട് സംസാരിക്കുന്ന ആളല്ലേ. അങ്ങനെയുള്ള ഒരാൾ അങ്ങനെയുള്ള ഇൻഫ്ലുവൻസ് സമൂഹത്തിന് നൽകുന്നുണ്ട്. നിങ്ങൾ പറയുന്ന ഓരോ വാക്കും സമൂഹത്തിനെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് താങ്കൾ ഒരു ഇൻഫ്ലുവൻസർ തന്നെയാണ് ഹെലനെ. ആ ഒരു ഉത്തരവാദിത്തത്തിൽ നിന്ന് തൽക്കാലം ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട. ബാക്കി പറഞ്ഞായിരുന്നു. നിങ്ങൾ പറഞ്ഞല്ലോ ഈ പറഞ്ഞ പോലെ എന്തായിരുന്നു അതിന്റെ പേര്, FIR. ഞാൻ FIR രജിസ്റ്റർ ചെയ്തൊരു കേസ് ഉണ്ടായിരുന്നു. 5 വർഷമായിട്ട് ഞാൻ നടക്കുന്ന എന്റെ അടക്കം 16ഓളം സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും മൈനറായിട്ടുള്ള പെൺകുട്ടികളുടെയും ഫോട്ടോ വളരെ വൾഗറായിട്ട് മോർഫ് ചെയ്തിടുന്ന ഒരു സൈറ്റിനെ കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങളിൽ എത്ര ചാനൽ അത് എടുത്തിട്ടു? എന്റെ തല തന്നെ വെച്ചോളൂ. അല്ലെങ്കിൽ എന്റെ മോർഫ് ചെയ്തിട്ടുള്ള, ഞാൻ ഓൾറെഡി എന്റെ മോർഫ് ചെയ്ത ഫോട്ടോസ്, ആ സൈറ്റിലുള്ള ഫോട്ടോസ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ റീച്ചിന് വേണ്ടി അത് വെച്ചിട്ടെങ്കിലും എത്ര ന്യൂസ് ചാനൽ അത് ഇട്ടു? ഹെലനോസ് പാട്ട അടക്കം 16ഓളം പെൺകുട്ടികൾ അടക്കം ഇങ്ങനൊരു പ്രശ്നത്തിൽ പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് ഇതിനൊരു തീരുമാനമാവുന്നില്ല എന്ന് നീയൊക്കെ ചോദിച്ചോ? അതെങ്ങനെയാണല്ലോ, അതിനൊരു കണ്ടന്റ് വാല്യൂ ഇല്ലല്ലോ അല്ലേ? വ്ളോഗർ ആയിട്ടുള്ള ഹെലനോസ് പാട്ട മദ്യപിച്ച് മദ്യലഹരിയിൽ ലക്ക് കെട്ട് പിന്നെന്നൊക്കെ പറഞ്ഞാലല്ലേ 4 ആള് കാണുള്ളൂ. നല്ലതാണ്. അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. ഹെലനോസ് പാട്ടിനെ ചിത്രം മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചെന്നും പറഞ്ഞൊരു ന്യൂസ് കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ എത്ര ആൾക്കാർ അത് കാണാൻ തയ്യാറാവും? അധികം ആൾക്കാർക്കും അത്തരം ന്യൂസ് ഒന്നും കാണാൻ വലിയ താല്പര്യമൊന്നും ഇല്ലെന്ന്. പക്ഷെ ഇത്തരം കേസുകളിലൊക്കെ പിടിക്കപ്പെട്ടു എന്ന് അറിഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ആൾക്കാർക്ക് അതൊക്കെയാണ് കാണാൻ താല്പര്യം. അതുകൊണ്ടാണ് ന്യൂസ് ചാനൽ ഇതിന്റെ പിന്നാലെ പോകുന്നത്. എന്ത് തന്നെയാലും എല്ലാവർക്കും വ്യൂസ് ആണല്ലോ പ്രധാനം. കൂടുതൽ ആളുകൾക്ക് കാണാൻ താല്പര്യം എന്താണോ അതായിരിക്കും ന്യൂസ് ആയിട്ട് പുറത്തു വരിക. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ബാക്കി കേട്ടോക്കെ എന്തായാലും. എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്, എന്റെ ഭാഗത്ത് നിന്ന് തെറ്റ് പറ്റിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ പറ്റിയിട്ടുണ്ട്. ഐ എം വെരി 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 സോറി. ഈ പറയുന്ന പോലെ വളരെ ചെറിയ തോതിലാണെങ്കിൽ പോലും മദ്യപിച്ചിട്ട് ഞാൻ സ്റ്റിയറിംഗ് തൊട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് എന്റെ ഭാഗത്ത് നിന്ന് വന്ന മിസ്റ്റേക്ക് ആണ്. അതല്ലാന്നോ അത് ന്യായീകരിക്കാനോ ഒരിക്കലും ഞാൻ തയ്യാറല്ല. അത് ഞാൻ ഒരിക്കലും റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യില്ല. താങ്ക് യു സോ മച്ച്. എന്നെ വിളിച്ചു ചോദിച്ച ആൾക്കാരോടും എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഐ എം ആബ്സല്യൂട്ട്ലി ഫൈൻ. ബിക്കോസ് എന്റെ ചുറ്റുമുള്ള ആൾക്കാർക്കൊക്കെ ഞാൻ എന്താണ് എന്നുള്ളത് അറിയാം. അതിനേക്കാൾ ഉപരി എന്നെ വീഡിയോസിൽ മാത്രം കാണുന്ന ഒരുപാട് പേർക്ക് എന്നെ അറിയാം എന്നുള്ളത് ഇങ്ങനെയുള്ള മാപ്രകളുടെ ഇങ്ങനത്തെ ന്യൂസിന്റെ താഴത്തുനിന്ന് കമന്റ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഐ ലവ് യു ഗൈസ്. ഓക്കെ, ഇതാണ് ഹെലന് പറയാനുള്ളത്. പക്ഷെ ഇവിടെ ഹെലൻ അവസാനം പറഞ്ഞ പോലും നിങ്ങൾ കേട്ടോ. ഇത്തരം ന്യൂസുകൾക്കൊക്കെ താഴെ കുറെ പോസിറ്റീവ് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതില്ലേ. പക്ഷെ ഞാൻ നോക്കിയ സമയത്ത് ഫുൾ നെഗറ്റീവ് കമന്റ്സ് ആണ് കേട്ടോ. ഹെലനെ ചീത്ത വിളിച്ചുകൊണ്ടുള്ള കമന്റ്സ് ആണ്. ഇപ്പൊ ചിലപ്പോൾ അതിന്റെ ഇടയിൽ കൂടെ ഹെലന് ചിലപ്പോൾ കുറച്ച് പോസിറ്റീവ് കമന്റ്സ് കിട്ടിക്കാണും. എന്തോ ആയിക്കോട്ടെ. ഇനി ഇവിടെ നടന്ന ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ ഹെലൻ പിടിക്കപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോ ഒരാൾ സന്തോഷത്തോടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് മക്കളെ. അത് മറ്റാരുമല്ല, വണ്ണിന്റെ ഉള്ളിൽ ജാസിക്കാക്ക. ഹെലനെ പോലീസ് പൊക്കിന്ന് അറിഞ്ഞപ്പോ ജാസിക്കാക്ക സന്തോഷം കൊണ്ട് പൊന്നിസാക്കി കളിച്ചിട്ടുണ്ടെന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അറിയാലോ, കുറച്ച് കാലമായിട്ട് ജാസിക്ക
ജാസിക്കാക്കയും ഹെലനും തമ്മിൽ ഭയങ്കര പ്രശ്നത്തിലാണ് മക്കളെ. ജാസിക്കാക്ക് എന്ത് ചെയ്താലും അപ്പുറത്ത് ഒന്ന് ഊക്കലായിരുന്നു കുറച്ച് കാലമായിട്ട് ഹെലന്റെ പണി എന്ന് പറയുന്നത്. അപ്പൊ തിരിച്ചു കൊടുക്കാൻ പറ്റിയൊരു അവസരമാണല്ലോ അത്. ജാസിക്കാക്ക പായാക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പൊ നമുക്ക് എന്തായാലും ജാസിക്കാക്ക് ഈ വിഷയത്തിൽ പറയാനുള്ള എന്താണെന്നുള്ളത് കേട്ടോക്കാം. ആരും എന്നെ ടാഗ് ചെയ്യണ്ട, ആരും എന്നെ മെൻഷൻ ചെയ്യണ്ട. നിങ്ങളെപ്പോലെ ഞാനും അത് കണ്ടു. ഒരിക്കലും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ എല്ലാവരും പറഞ്ഞു ജാസി എന്തായാലും വീഡിയോ ചെയ്യണം. അപ്പൊ എനിക്കും തോന്നി ചെയ്യാം, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ എല്ലാവരും കേട്ടതുപോലെ ഞാനും കേട്ടു. ഹെലനോസ് പാട്ട എന്ന് പറഞ്ഞ ധന്യ മദ്യപിച്ച് കാർ ഓടിച്ചതിന്റെ പേരിൽ ഫൈൻ കിട്ടിയെന്നും അതിന് എന്തൊക്കെയാണ് അതിന്റെ സത്യാവസ്ഥ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഇപ്പോൾ ധന്യയുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ ഹെലനോസ് പാട്ടയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെന്നുണ്ടെങ്കിൽ എന്നെ വലിച്ച് ചീന്തി എന്റെ തള്ളക്കും തന്തക്കും വിളിച്ച് പൊങ്കാലിട്ടായിരുന്നു ഈ പറഞ്ഞ കുട്ടി. അതിനിപ്പോ നീ മദ്യപിച്ച് വാഹനം ഓടിക്കണമെന്നൊന്നുമില്ല ജാസി. നീ വെറുതെ എന്തെങ്കിലുമൊക്കെ വീഡിയോയിൽ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതി. ആ പെണ്ണപ്പുറത്തുനിന്ന് നിന്നെ വലിച്ചു കീറി ഓട്ടിച്ചിട്ടുണ്ടാക്കും. അല്ല, അതിനുള്ളത് നിന്റെ വായിന്ന് വരുന്നുമുണ്ട്, അത് വേറെ കാര്യം. എന്തായാലും നീ ബാക്കി പറ. അല്ലേ, പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്നില്ല. കാരണം എന്റെ വീട്ടിലും എന്റെ കുടുംബത്തും എന്റെ അച്ഛനും അമ്മയും ഒന്നും എന്നെ അങ്ങനെയല്ല പഠിപ്പിച്ചിട്ടുള്ളത്. തെറി പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ തെറി ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതോ നീ തെറി പറഞ്ഞ കാര്യം ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. നീ ആശീനും ഉമ്മാനെ വിളിച്ച തെറിയൊക്കെ ഇപ്പോഴും ചെവിയിൽ ഇങ്ങനെ ഒഴുകി കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് നീ അതിനെ കുറിച്ച് വല്ലാണ്ട് ഡയലോഗ് ഒന്നും അടിക്കേണ്ട. ബാക്കി പറഞ്ഞാലും ധന്യ, ഇത് നിനക്കാണ്. ഒരുപാട് നീ എന്റെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ട്. ഞാൻ വിളിക്കുന്ന ദൈവത്തിന് അല്ലെങ്കിൽ എന്റെ പടച്ചോന് ശക്തിയുണ്ട്. അതാണ് ഇപ്പൊ ഇങ്ങനെ കാണിച്ചത്. കർമ്മ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് മോളെ. ഇപ്പൊ നിനക്ക് മനസ്സിലായ ഹെലനെ? മനസ്സിലായില്ലേ? മനസ്സിലാക്കിക്കോ. കർമ്മ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. നീ എന്ന് ജാസിനെ കളയാക്കി തുടങ്ങിയോ അന്ന് നിനക്ക് കർമ്മ ഓങ്ങി വെച്ചതാണ് ഹെലനെ. ഇപ്പൊ നിനക്ക് അതിനുള്ള തിരിച്ചടി കിട്ടി. നീ ഇങ്ങനെ മദ്യപിച്ച് വാഹനം ഓടിക്കുമെന്നും നിന്നെ പോലീസ് പൊക്കുമെന്നും ഒക്കെ ഉള്ളത് നിന്റെ കർമ്മയിലുള്ളതാണ്. അത് ഇനിയെങ്കിലും നീ ഓർത്തോ ഹെലനെ. അല്ലേ ജാസിക്ക് താക്ക? ബാക്കി പറഞ്ഞാലും എനിക്ക് വേണമെങ്കിൽ നീ പറഞ്ഞതുപോലെ ഒരുപാട് ഹട്ടഹസിച്ചിട്ടും പരിഹസിച്ചിട്ടും ഒക്കെ വീഡിയോ ചെയ്യാം. പക്ഷേ എനിക്ക് അതിന്റെ ഒരു റീച്ചോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക എന്റെ ഫോളോവേഴ്സ് കൂട്ടാനോ എനിക്ക് അത് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല കോമഡി വീഡിയോസും നല്ല വീഡിയോസും ചെയ്താൽ ആൾക്കാർ ഏറ്റെടുക്കും. നല്ല വീഡിയോസോ? നീയോ? നീ ഇപ്പോഴാണ് നല്ല വീഡിയോസ് ചെയ്യാറുള്ളത്. കോമാള് വീഡിയോസ് അങ്ങനെ പറഞ്ഞാൽ മതി. അല്ലാണ്ട് വലിയ നല്ല വീഡിയോസ് എന്ന് പറഞ്ഞ് സ്വയം ഗ്ലോറിഫൈ ചെയ്യില്ല ജാസി. നിന്റെ ഡേ കൂടെ സ്വയം വെള്ളം പൂശാൻ ഇറങ്ങിക്കുവാണ്. നല്ല വീഡിയോസ് ചെയ്താൽ ആൾക്കാർ കാണുന്നൊക്കെ. നെഗറ്റീവ് പബ്ലിസിറ്റി പോയി എങ്ങനെ റീച്ച് ഉണ്ടാക്കണമെന്ന് നോക്കി നടക്കുന്ന മനുഷ്യനാണ് പറയുന്നത് നല്ല വീഡിയോസ് ചെയ്താൽ ആൾക്കാർ കാണുന്നൊക്കെ. ചുമ്മാ ചിരിപ്പിക്കാതെ പോചങ്ങായി. ബാക്കി പറഞ്ഞാലും പിന്നെ നീ പറഞ്ഞു ആഷിന്റെയും എന്റെയും ബന്ധം. സ്വന്തം വീട്ടിൽ നിന്ന് അച്ഛനും അമ്മനെയും ഉപേക്ഷിച്ച് ഒരു ആണിന്റെ കൂടെ ഇറങ്ങിപ്പോയ നീ എന്ത് അധികാരത്തിലാണ് അത് പറഞ്ഞത്? അത് ശരി, അതിന്റെ ഇടയിൽ കൂടെ അതുണ്ടായോ? അതിപ്പോ ഞാൻ അറിഞ്ഞില്ലല്ലോ. ഹെലൻ ഏതോ ഒരാണിന്റെ കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിന്നൊക്കെയാണ് ഇവൻ പറയുന്നത്. എന്നാലും ഞാനിത് അറിഞ്ഞില്ലട്ടോ. എന്നോടൊരു വാക്ക് പറയായിരുന്നു ഹെലനെ. നമ്മൾ തമ്മിൽ കോണ്ടാക്ട് ഉണ്ടായിട്ടും ഈ ഒരു കാര്യം നീ എന്നോട് പറഞ്ഞില്ലല്ലോ. വളരെ മോശമായി പോയില്ല. സാരില്ല, ഞാനിത് ഹെലനോട് ചോദിച്ചോളാം. ബാക്കി പറഞ്ഞായിരുന്നു. പിന്നെ വേറൊരു കാര്യം പറയട്ടെ. ഇപ്പൊ നിങ്ങൾ പേച്ചപ്പായൊന്നും എനിക്കറിയില്ല. എന്തുകൊണ്ടാണ് നിന്റെ ഭർത്താവ് ഒരിക്കലും നിന്റെ ഫാമിലിയെ കൂടെ വീഡിയോ എടുത്തത്? ഓക്കെ, അതൊക്കെ നിങ്ങൾ പേഴ്സണൽ കാര്യമാണ്. പേഴ്സണൽ കാര്യമാണെങ്കിൽ പിന്നെ അത് പബ്ലിക്കിലൊന്നും പറയാൻ നിൽക്കണം. ഇവൻ ഏതടാ? ഒരാൾ സ്വന്തം ഫാമിലിന്റെ കൂടെയുള്ള മൊമെന്റ്സ് ഒക്കെ പ്രൈവറ്റ് ആക്കിയാൽ മാത്രമേ അവര് നല്ല ഫാമിലി മാൻ ആവത്തുള്ളൂ. അല്ല, അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ ഒരു മോശം ഫാമിലി മാൻ ആണല്ലോ. ഞാൻ ഇന്നേ വരെ എന്റെ ഫാമിലിന്റെ ഒരു ഫോട്ടോ പോലും പബ്ലിക് ആക്കിയിട്ടില്ല എന്ന് കരുതി ഞാൻ മോശം ഫാമിലി മാൻ ആണെന്നാണോ ജാസി പറഞ്ഞു വരുന്നത്? അല്ല, അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. ഇവനൊക്കെ വിചാരം എന്താണെന്ന് അറിയോ? കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പബ്ലിക് ആക്കിയാൽ മാത്രമേ നല്ല കുടുംബിനെ ആവുള്ളൂ എന്നുള്ളതാണ്. പറഞ്ഞിട്ട് കാര്യമില്ലേ. ഇവനല്ലേ പണ്ടെന്തോ പറഞ്ഞത്, ഞാൻ ആശിയുടെ ഉമ്മാനായിട്ട് നന്നായി കഴിഞ്ഞാണെങ്കിൽ ഞാനും ആശിയുടെ ഉമ്മായും കൂടി അടുക്കളയിൽ നിന്ന് കുക്ക് ചെയ്യുന്ന വീഡിയോസ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നൊക്കെ അങ്ങനെ പറഞ്ഞ എങ്ങനെയല്ലേ? ഇവന്റെ വായിന്ന് ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. ബാക്കി പറഞ്ഞായിരുന്നു കാര്യമാണ്. അതുപോലെ എല്ലാവർക്കും ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങൾ ഉണ്ട് ധന്യ. അതിലേക്ക് ചൂഴ്ന്നിറങ്ങാനോ അല്ലെങ്കിൽ അത് കുത്തി മണിപ്പിക്കാനോ ആരും വരരുത്. അതിന് ആരും നിന്റെ പേഴ്സണൽ കാര്യം കുത്തി മണിപ്പിക്കാൻ വരുന്നു? ഇവിടെ ആരും അതിന് വരുന്നില്ല. നീ തന്നെ പബ്ലിക്കിൽ ഓരോരോ കോമാളിത്തരങ്ങൾ കാണിക്കുന്നു, അത് കണ്ട് നമ്മൾ ചിരിക്കുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ നിന്റെ പേഴ്സണൽ കാര്യങ്ങൾ നോക്കിയത് അത് പിന്നെ ആശീനും ഉമ്മ ഒരിക്കലും നിനക്കെതിരെ എന്തോ സംസാരിച്ച് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ ഉമ്മാന്റെ കണ്ണീര് കണ്ട സമയത്ത് ആ ഉമ്മാക്ക് വേണ്ടി സംസാരിക്കണമെന്ന് തോന്നി, അത്രയേ ഉള്ളൂ. അല്ലാതെ നീ കാണിക്കുന്ന കോമാളിത്തരങ്ങൾ കണ്ട് നിന്നെ കളിയാക്കുന്നു, അല്ലാതെ അതിന്റെ അപ്പുറത്തേക്കൊന്നുമില്ല. ബാക്കി പറഞ്ഞായിരുന്നു. ഇപ്പോ എനിക്ക് സത്യം പറഞ്ഞാല് ഇതിൽ എന്റെ ഒരു ശത്രുവാണെന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിക്കില്ല. എന്റെ ശത്രുവിന് ഒരു ഇത് വന്നു എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. മനുഷ്യനായിട്ട് ഞാൻ കാണുന്നു. മനുഷ്യനായിട്ട് ഞാൻ കാണുന്നു നോക്കി. ജാസിക്കാക്ക് ഒരു നന്മവരം തന്നെ. ബാക്കി പറഞ്ഞാലും എന്തായാലും അത് സത്യാവസ്ഥ എന്താണെന്ന് ധന്യ തന്നെ പറയട്ടെ. പഠിച്ചോന് എന്താ പറയാ, എനിക്കൊന്നും കൂടുതലൊന്നും പറയാനില്ല. സത്യമാണ് വിജയിക്കുകയുള്ളൂ, അധർമ്മം വിജയിക്കില്ല. സത്യമേവ ജയതേ, അത്രേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവരും പറഞ്ഞൊരു പൊന്നിസഖിയൊക്കെ കളിക്കണമെന്ന്. എന്തിന്? അതിന്റെ ആവശ്യം വരുന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും ആരുടെ ഭാഗത്താണോ തെറ്റ് അല്ലെങ്കിൽ ആരാണോ തെറ്റ് ചെയ്തത് ആ ദൈവം കൊണ്ടുവരിക തന്നെ ചെയ്യും. അപ്പോ ധന്യക്ക് ഇതൊരു പാഠമാവട്ടെ, ഇതിൽ നിന്ന് പഠിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്താണോ അവന്റെ സന്തോഷം നോക്കി നിങ്ങള്? രണ്ട് പെറ്റ സന്തോഷം അല്ലേ? പ്രതികാരം വീട്ടാൻ ഇതിന് മികച്ചൊരു അവസരം ജാസിക്കാകില്ല. കൊള്ളാം, എന്തായാലും അവസരം കൃത്യമായിട്ട് മുതലാക്കി ജാസി. എന്തായാലും അത് പിന്നെ അങ്ങനെയല്ലേ വരൂ, അങ്ങനെയല്ലേ സംഭവിക്കൂ. എന്തായാലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.